ഓം നമോ ഭഗവതേ വാസുദേവായ. 81-ാം ദശകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഭഗവാന്റെ വിവാഹങ്ങളെ പറ്റിയും സുഭദ്രാഹരണവും നരകാസുര നിഗ്രഹവുമാണ്. അനുരാഗിണിയായ നവവധൂവുമായ സത്യഭാമയുമൊത്ത് വിവിധ ലീലകളാടിയ കൃഷ്ണൻ ജീവിച്ചു. അങ്ങനെയിരിക്കെ പാഞ്ചാലി സ്വയംവരത്തിന് പോകുകയും പാണ്ഡവന്മാരുടെ സ്നേഹസമ്പൂർണമായ ക്ഷണം സ്വീകരിച്ച് കുറേ നാൾ അവരുമൊത്ത് ഹസ്തിനപുരിയിൽ താമസിക്കുകയും ചെയ്തു. അവരെ കൊണ്ട് ഇന്ദ്രപ്രസ്ഥമെന്ന നഗരം നിർമ്മിപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ അർജുനൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ ദ്വാരകയിലെത്തുകയും അവിടെ ഒരു സന്യാസി ശ്രേഷ്ഠനായി താമസം തുടരുകയും ചെയ്യുന്നു. ആ സന്യാസി ശ്രേഷ്ഠനെ ശുശ്രൂഷിക്കാനായി കൃഷ്ണൻ്റെയും ബലഭദ്രയുടെയും സഹോദരിയായ സുഭദ്രയെയാണ് നിയോഗിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ സുഭദ്രയ്ക്ക് മനസ്സിലായി താൻ കാമിക്കുന്ന അർജുനൻ തന്നെയാണ് ഈ സന്യാസിയെന്നും. അങ്ങനെ അവർ തമ്മിൽ അനുരാഗബദ്ധരാവുകയും സുഭദ്രയെ അർജുനൻ കട്ടുകൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ ബലഭദ്രർ വളരെയധികം ക്രോധിച്ച് അർജുനനെ വധിക്കാനായി ഒരുങ്ങിയപ്പോൾ അങ്ങ് അതിൻ്റെ വരുമരായികളെയൊക്കെ പറഞ്ഞ് വളരെ ന്യായം നടത്തി ബലഭദ്രയെ ആശ്വസിപ്പിക്കുന്നു. സുഭദ്രയെ അർജുനന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉള്ള കാലത്ത് യമുനാതടത്തിൽ സ്നാനം ചെയ്യുന്ന കാളിന്തി എന്ന സുന്ദരിയെ കാണുകയും അങ്ങ് അവളെ പാണിഗ്രഹണം ചെയ്യുകയും ചെയ്യുന്നു. തൻ്റെ പിതൃസഹോദരിയുടെ പുത്രിയായ അവന്തിയിലെ രാജകന്യകയെ മിത്രവിന്ദയെ അങ്ങും അപഹരിച്ചു കൊണ്ടുപോരുന്നു. ഏഴ് രൂപങ്ങൾ വഹിച്ച് അങ്ങ് 7 ഉന്നതങ്ങളായ കാളകളെ പിടിച്ചുകെട്ടി നഗ്നജിത്തിൻ്റെ പുത്രിയായ സത്യയെ പരിണയിച്ചു. പിന്നീട് സന്ദർദനൻ അവരുടെ സഹോദരിയും സുന്ദരിയുമായ ഭദ്രയെ അങ്ങേക്ക് വിവാഹം ചെയ്തു തരുന്നു. ആ ഭദ്രയും പിതൃസഹോദരീ പുത്രിയാണ്. പല വീരന്മാർക്കും ഭേദിക്കാൻ കഴിയാത്ത ജലത്തിൽ പ്രതിബിംബിച്ച് സ്ഥിതി ചെയ്തിരുന്ന മത്സ്യരൂപത്തിലുള്ള ലക്ഷ്യത്തെ ഛേദിച്ചിട്ട് അങ്ങ് മദ്രരാജാവിൻ്റെ പുത്രിയായ ലക്ഷ്മണയെ വിവാഹം ചെയ്തു. അങ്ങനെ ശ്രീകൃഷ്ണന് 8 പ്രധാന പത്നിമാർ യഥാക്രമം രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിവരോടൊത്ത് ഭഗവാൻ സന്തുഷ്ടനായി ദ്വാരകയിൽ വാഴുന്നു. ദേവേന്ദ്രൻ്റെ ആവശ്യപ്രകാരം നരകാസുരൻ്റെ ദ്രോഹങ്ങളെപ്പറ്റി അറിഞ്ഞ ശ്രീകൃഷ്ണൻ സത്യഭാമാസമേതനായി ഗരുഡൻ്റെ
കുതിരപ്പുറത്ത് കയറി നരകാസുരൻ്റെ കൊട്ടാരത്തിലെത്തുകയും അതിഭയങ്കരമായ ആ യുദ്ധത്തിൽ അങ്ങ് അവൻ്റെ കാവൽക്കാരനായ മുരാസുരനെ കൊല്ലുകയും നാലുകൊമ്പുള്ള ഗജേന്ദ്രന്മാരോടൊത്ത് ഘോരയുദ്ധം നടത്തുകയും നിർത്തിയ നരകാസുരനെ അങ്ങ് ചക്രായുധത്താൽ പിളർക്കുകയും മോക്ഷം നൽകുകയും ചെയ്യുന്നു. ആ നരകാസുരൻ്റെ കാരാഗൃഹത്തിൽ 16,000 സുന്ദരിമാരെ അപഹരിച്ച് കൊണ്ട് പാർപ്പിച്ചിരുന്നു. അവരെയൊക്കെ സ്വതന്ത്രരാക്കിയപ്പോൾ അവരെല്ലാവരും തന്നെ കൃഷ്ണനെ ഭർത്താവായി വേണമെന്ന് കാമിച്ചു നിൽക്കുന്നവരാണ്. വേറെ എവിടേക്കും പോകാൻ അവർക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഈ 16,000 സുന്ദരിമാരെയും വിവാഹം ചെയ്ത് ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ 16,008 ഭാര്യമാരുടെ അടുത്തും ഭഗവാൻ ഏത് സമയത്തും ഓരോ രൂപം ധരിച്ച് അവരെ സന്തുഷ്ടരാക്കി ഓരോ പത്നിമാരിലും 10 സന്താനങ്ങളെയും ഉണ്ടാക്കി അങ്ങ് സന്തോഷപൂർവ്വം ജീവിക്കുകയും ഇങ്ങനെ ഭഗവാന് 16,008 ഭാര്യമാരുടെ കഥകളാണ് ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നത്. ഓം സ്നിഗ്ധാം മുഗ്ധാം സതതമപി താം ലാളയൻ സത്യഭാമാം യാതോ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരപി മനാഗാസ്ഥിയോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂം ഭദ്രാം ഭവദവരജാം കൗരവേണാർത്ഥ്യമാനാം ത്വദ്വാജാതാമഹൃതം കുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലം അനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാസഹായം തത്ര ക്രീഡന്നപി ച യമുനാകുലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമ ഗാണ്ഡവപ്രീണിതാഗ്നീം ഭ്രാതൃസ്താം പ്രണയവിവശാം ദേവ പൈതൃശ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ മിത്രവിമ്മീം അവന്തീം സത്യാം ഗത്വാം പുനരുദവഹോ നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാൽ ഭദ്രാം നാമ പ്രാദദുരധം തേ ദേവ സന്ദർദനാദ്യാസ്തൽ സോദര്യാം വരദ ഭവതസ്യാപി പൈതൃശ്വസേയീം പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷ്യം ചിത്വാ
ശബരമവൃതാ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസത്തത്ര മധ്യേ ശുശ്രോധത്വം സ്വരൂപദിഗിരാം ഭൗമ ദുശ്ചേഷ്ടിതാനി സ്മൃതായാതം പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമോം വഹന്നംഗേ ഭാമാം ഉപവനമിവാരാതിനഗരം വിഭിന്ദൽ ദുർഗാണി ത്രുടിതപ്രദനാശോണിതരസൈഃ പൂരം താവൽ പ്രാഗ്ജ്യോതിഷം അകുരുധാശോണിതപുരം മുരസ്ത്വാം പഞ്ചാസ്യോം ജലധിവനമധ്യാദ്രുതപദൽ സ ചക്രേ ചക്രേണ പ്രദലിതഗിരാം മംക്ഷു ഭവതാം ചതുർദന്തൈർദന്താവ ഉപതിഭിരിന്ധാനസമരം രഥാംഗേന ഛിത്വാം നരകമകരോസ്തീർണ നരകം സ്തുതോ ഭൂമ്യാ രാജ്യം സപദി ഭഗദത്തേസ്യ തനയേ ഗജച്ചൈകം ദത്വാ പ്രജിഘൈത നാഗാൻ നിജപുരീം ഖലേനാബദ്ധാനാം സുഗതമനസാം ഷോഡശ പുനം സഹസ്രാണി സ്ത്രീണാം അപി ച ധനരാശിഞ്ച വിപുലം ഭൗമാപാഹൃതകുണ്ടലം തദതിതേർദാതും പ്രയാതോ ദിവം ശക്രാദ്യൈർമഹിതസമം ദയിതയാം ദിസ്ത്രീഷു ദത്തഹ്രിയാം ഹൃത്വാ കൽപതരും ഋഷാഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമ സ്തത്തു ശ്രീമദദോഷൈദൃശൈതി വ്യാഖ്യാതുമേവാകൃത കൽപദ്രും സത്യഭാമാ ഭവനഭുവി സൃജൻ ദൃഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യാഗാരം വിഹിതബഹുവപുസ്ലാളയൻ കേളിഭേദൈഃ ആശ്ചര്യാനാരദാലോകിത വിവിധഗതിം തത്ര തത്രാപി ഗേഹേ ഭൂയഃ സർവാസു കുർവൻ ദശ ദശ തനയാൻ പാഹി വാതാലയേശാം. 81-ാം ദശകം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.